എനിക്ക് എൻ്റെ ഇപ്പം എന്താ അറിയില്ല, എൻ്റെ ഫ്രീ കാർ മാത്രമേ എൻ്റെ കയ്യിൽ ഇപ്പം ഉള്ളൂ. വേറെ കാറും കാണുന്നില്ല. ഗെയിമിൽ കയറിയപ്പോൾ വേറെ കാറൊന്നും കാണുന്നില്ല. ചുമ്മാ റേസ് കുറേ ഉണ്ട്, ഒന്നും പോയിട്ടില്ല. ഇനി നമ്മൾ പുതിയൊരു റെയർ ഐറ്റത്തിലൂടെ നമ്മളെ കൊണ്ടുവന്നില്ല. നമുക്ക് ₹1 ഗീവ് അവേ കിട്ടിയതാ. റെയർ ഐറ്റം നിങ്ങളിതാ ഈ കണ്ടാൽ മനസ്സിലാവും. അതെ ഗൈസ്, നമ്മളെ സ്വന്തം ഫോർച്യൂണർ ഒരു ഹൈപ്ര ഞാൻ തന്നെ ഇതാക്കി വെച്ചതാണ്. ഞാൻ ഇതിൽ ചെയ്യുന്ന ഫോർച്യൂണർ ഒരു കിറ്റ് ഉണ്ട് ഫ്രില്ലില്ല. അപ്പം നമുക്ക് ആ കിറ്റ് കയറ്റണമെങ്കിൽ ചെയ്യേണ്ടത് വെച്ചാൽ 60 കോയിൻസോ ഈ ഒരു 15 കോയിൻസ് കൂടെ ഒരു 10 കോയിൻസ് കൂടെ വേണം. അപ്പോൾ അത് ഇട്ടണമെങ്കിൽ ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ അതിൽ കുറിച്ചിരിക്കുന്ന ടാസ്ക് കാണിയില്ലേ, അത് ചെയ്യണം. അത് എന്താ മറ്റേ ടാസ്ക് എന്ന് വെച്ചാൽ ടാക്സി ഡ്രൈവർ 3 മിനിറ്റ് അല്ല 3 കിലോമീറ്റർ ഫോർച്യൂണർ എടുത്തിട്ട് ഇറങ്ങുന്നത്. ഈ ഫോർച്യൂണറിൽ ഫുള്ള് ബോഡി കിറ്റ് ഇതാണോ കോയി കിറ്റാണ് വരുന്നത്. കോയി കിറ്റായോണ്ടേ ശരി. ഞാൻ ബൈക്ക് ഓണാക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. ബൈക്ക് ഓണാക്കിയിട്ടില്ലെങ്കിൽ പണി കിട്ടും. നമുക്ക് കിട്ടിയ ഫോർച്യൂണറാണ് ഗൈസ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗൈസ്? ഡ്രിഫ്റ്റ് അടിച്ചിട്ട് നിർത്താം. ഞാൻ പിന്നെ നല്ല HP എല്ലാം കയറ്റി ഒരു 5 ലക്ഷം പൊട്ടിച്ചിട്ട് HP കയറ്റി. നമ്മൾ 5 ലക്ഷം പൊട്ടിച്ച് 5 ലക്ഷം ആക്കി. 5 ലക്ഷം കൊടുത്തിട്ട് ആദ്യം 2 ലക്ഷത്തിൻ്റെ 3 ലക്ഷത്തിൻ്റെ അല്ല 3 ലക്ഷത്തിൻ്റെ ആയിട്ടോ അല്ല 4 ലക്ഷം അവിടെ പൊട്ടിച്ചേ. 2 ലക്ഷത്തിന് എഞ്ചിന് 2 ലക്ഷത്തിന് ടർബോ കിട്ടിയതൊക്കെ 1000 കിട്ടി. 1000 ലക്ഷം ഞാൻ കാണിച്ചു തരാം. 1343. അപ്പോൾ നമ്മൾ ഞാൻ ഈ വണ്ടി കൊണ്ടുപോയി നമുക്കൊന്ന് ഇതാക്കട്ടെ. മൂക്കൊരു പണി ജലദോഷം പിടിച്ച് ഞാൻ ഈ ക്ലൈമറ്റ് ആകുമ്പോൾ എനിക്ക് ജലദോഷം പിടിക്കും. അതാ പ്രശ്നം. ഫുള്ള് മഴയല്ലേ. ടാക്സി ജോലി ചെയ്യാം. ടാക്സി ജോബ് ഓരോ വരുന്നേ ഉള്ളൂ. ഹൈവേ അത്രയും ദൂരം പോയിട്ട് നമ്മൾ ആൾക്കാരെ പിടിച്ച് വരുമ്പോഴത്തേക്ക് അടുത്ത കൊല്ലെടുക്കുക. അതുകൊണ്ട് ഡിസ്ട്രൈബ് ചെയ്യാം ഗൈസ്. ഒരു വിറ്റായ ഗൈസ് ഇപ്പം വരാം. സൂപ്പർ. അടുത്ത നമുക്ക് തന്നത് റേസ് ട്രാക്കിനാണ്. റേസ് ട്രാക്കിൽ പിന്നെ കാര്യമില്ല. നമുക്ക് ഈ ഹൈവേക്കാളും ദൂരം കിട്ടും. ദോശ എനിക്ക് ഇഷ്ടപ്പെട്ടു. റിച്ച് ബോണ്ട് എനിക്കിന്നത് വേണ്ടത്. എനിക്ക് ഒറ്റ കാര്യം ഇങ്ങനെ ഈസ്ലാൻഡ് സ്റ്റാർട്ട് കൊടുക്കാം. കുറെ സമയം എടുക്കും ഈസ്ലാൻഡ് എത്താൻ. ഇല്ല നമുക്ക് ക്രൂസ് കൺട്രോൾ ഓണാക്കാം. എങ്ങോട്ട് കയറി പോകുന്നത്? ക്രൂസ് കൺട്രോളാ ബുദ്ധിയില്ലേ? പോയി ആടെ നിർത്ത്. ആളെ കയറ്റി കസ്റ്റമർ ഡോറ് കൊടുത്തു നോക്കണ ആടെ വന്ന് കയറാ. ഡോറ് കൊടുക്കണം കഷ്ടമാണ്. കേൾക്കോ? വണ്ടി കയറട്ടെ. നമ്മള് ഈ കസ്റ്റമർ ഭയങ്കര ജാടക്കാരനാണ്. എന്താ കസ്റ്റമർ ജാടയാണോ? കുറച്ച് വെയിറ്റ് ചെയ്യണം. ഒരു സാധനം തിന്നോണ്ടിരിക്കും.
നിങ്ങളിതല്ല മറ്റേ കസ്റ്റമർ എന്ന് പറഞ്ഞ ഞാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്യണം മീൻസ് അത് ഞാൻ സാധനം ദോശ ഇഷ്ടപ്പെട്ട ദോശ ഒന്നും ഉണ്ടാക്കില്ല. ക്രൂയിസ് കൺട്രോൾ ഓണായിട്ട് കാര്യമൊന്നുമില്ല. ഈ ക്രൂയിസ് കൺട്രോൾ ഓണായിട്ട് വേറെ കാര്യമൊന്നുമില്ല. ക്രൂയിസ് കൺട്രോൾ ഓണാക്കിയാൽ നമുക്ക് പ്രശ്നം നമ്മൾ വരുത്തി വെക്കുന്നത്. ഓ സോറി കരയത് ജാടക്കാരൻ കസ്റ്റമർ കരയത്. വണ്ടി ആവുമ്പോൾ തട്ടുമുട്ടൊക്കെ ചെയ്യും കേട്ടാ. നമ്മുടെ എഞ്ചിനീയർ തന്നെ എന്തെല്ലോ അയച്ചിട്ട് വണ്ടി ആവുമ്പോൾ തട്ടുമുട്ടൊക്കെ ചെയ്യും. പക്ഷെ ഇതേപോലെ തട്ടുമുട്ട് ചെയ്ത് വിചാരിച്ചില്ല. ക്രൂസ് ഇതിനെക്കാളും ഭേദം ക്രൂസ് ചെയ്തു. ആദ്യം എനിക്ക് ഈ വണ്ടി കിട്ടിയ 200 എനിക്ക് ആദ്യം ഈ വണ്ടി കിട്ടിയപ്പോൾ 200 ലക്ഷം പിന്നെ അത് കയറ്റുക അവിടെ പിന്നെ കയറ്റി വെക്കുക. ഏതെല്ലാം വഴിയുണ്ട് നമ്മൾ പോകുന്നത്. ഇത് പറയുന്ന വഴി തീരെയില്ല. ആ സാധനം നോക്കി ഇങ്ങനെ ടിക് 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 കൊണ്ട് ഇറക്കണത് തലവേദനയായല്ലോ. ഒരു ചേച്ചിയാണ് തലവേദനയായി. ഇവിടെ ചവിട്ടി പുറത്തേക്കല്ലേ ഇവര്. ഇത് വേണ്ട, ഇത് കസ്റ്റമർ നമ്മളെ വിശ്വസിച്ചിട്ടല്ലേ നമ്മൾ വണ്ടി കയറി. അപ്പം നമ്മളെ വിശ്വസിച്ച് കളയാൻ പാടില്ലല്ലോ. ഓൾറെഡി കഴിഞ്ഞു. എന്താ കസ്റ്റമർ ദേഷ്യം വരുന്നത്? ഇതാ ഇറങ്ങിപ്പോയിക്കോ ആണെങ്കിൽ. ഇത് അന്യ വണ്ടി ഇഷ്ടമുള്ള പോലെ ഓടിക്കും. സോറി കസ്റ്റമർ. ഞാൻ ഒന്നും കൂടെ പോയിട്ട് ഡ്രൈവ് ടെസ്റ്റ് ഒക്കെ ചെയ്യണം. നമ്മളെത്ര 36 എത്ര കുറച്ച് ഒരു 40 മിനിറ്റ് 50 മിനിറ്റൊക്കെ ലേറ്റ് ആയിട്ടുണ്ട്. ചിലപ്പോൾ 1 മിനിറ്റ് ലേറ്റ് ആവും, 1 മിനിറ്റ് കൂടുതൽ. ഇല്ല 1 മിനിറ്റ് കൂടുതൽ ചിലപ്പോഴേ ലേറ്റ് ആവും. ചിലപ്പോൾ 10% ചാൻസ് ആവൂല 1 മിനിറ്റ് ലേറ്റ് ആവില്ല കൂടുതൽ. അങ്ങനെ വിചാരിച്ചതല്ലോ 1 മിനിറ്റ് ലേറ്റ് ചാൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ല. ഒരു 10 ചാൻസ് ഇട്ടത്. ഇറങ്ങിപ്പോണേ. വണ്ടി തന്നെ ഇരിക്കണ്ട, ഇറങ്ങിപ്പോ. അല്ലെങ്കിൽ കിക്ക് ചെയ്യുവേ. ഇറങ്ങിപ്പോണത് പൈസ താണത് പോണത്. നമുക്ക് കിട്ടി. എന്താ ടാറ്റാണത്. നമ്മൾ കസ്റ്റമർക്ക് പെരുമാറിയത് വളരെ മോശമായിപ്പോയി. അവിടെ വരുന്ന കസ്റ്റമറിൻ്റെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറാം. ഇതെന്തോ ഈ കസ്റ്റമർ എന്തൊക്കെയോ നാക്ക് പിടിച്ചില്ല. ഈ കസ്റ്റമറിന് അവിടെ നമ്മള് ചമ്മി. കിക്ക് റാങ്ക് പോണോ തല കയറും. സുപ്രീം കഴിയുമ്പോൾ അത് കിക്ക് റാങ്ക് ആവാം. എൻ്റെ ഇപ്പോൾ പ്രൊഫഷണല്ല, സുപ്രീം ആവണം. ഈ പണ്ടത്തെ ഈ സാധനം കയറ്റിയാലോ. നമുക്ക് ഇതിന് എപ്പോൾ നമ്മളെ എല്ലാ കിറ്റും കയറ്റി കഴിച്ചിട്ട് എല്ലാ കിറ്റും ഫ്രീ ആക്കിയത് ഉറപ്പാ. രസമുണ്ട് വെള്ളക്കളറായിട്ട്
താഴെ സ്ലോ പറ്റിയൊന്ന് കാണും മര്യാദയ്ക്ക് കാണൂല വിചാരിക്കുന്നത് രസം ഉണ്ടാക്കുക കിട്ടാൻ രസം ഉണ്ടാവുക നേരെ ഭാഗ്യല്ലേ കേട്ടാ അപ്പം അത് കേട്ടിട്ടുണ്ട് 2 രീതി ഒറേ കേട്ടാ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടാ ഇപ്പത്തെ ഇതിനകത്ത് അൺലോക്ക് ചെയ്തിട്ടിട്ട് ഇത് ഈ വണ്ടി വാങ്ങിയപ്പോഴേ അവർ അൺലോക്ക് ചെയ്തിട്ടാ പിന്നെ ഈ വീണ്ടും റോഫ് ബോക്സും അവർ അൺലോക്ക് ചെയ്തിട്ടാ അപ്പോൾ മൊത്തം ഇല്ല അൺലോക്ക് ആയിരിക്കുന്നത് 1 2 3 4 5 6 അൺലോക്ക് ആയിരിക്കുന്നത് അൺലോക്ക് ആക്കാനുള്ളത് 1 2 3 4 5 നമ്മൾ 6 മൊത്തം ഇതിനകത്ത് 11 റൂട്ട് നമ്മൾ 6 അൺലോക്ക് ചെയ്തു ഇനി 5 അൺലോക്ക് ചെയ്തു ഭയങ്കര ദോശ കഴിച്ചു ഫുള്ള് നല്ല രസമുണ്ട് തീരെ നല്ല ഒരു ക്രിസ്പി ആയിരിക്കുന്ന ദോശ എൻ്റെ ഉമ്മെങ്കിനെ വിളിച്ച് അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ അവർക്ക് ഈ ദോശ അത് അപ്പം ഞാൻ കഴിച്ച് നോക്കും അവർക്ക് ഇഷ്ടപ്പെട്ടു അവിടെ ആദ്യം ചോദിച്ചു അപ്പോൾ അത് ഞാൻ തിന്നു ഇത്രയുള്ളൂ കയ്യിൽ വെള്ളമായി കൈ കഴുകിയത് ഇപ്പോൾ അതിൽ വെള്ളമായതുകൊണ്ട് ഈ സ്ക്രീനിൽ തൊട്ട് രാട പണ്ടല്ല ഇത് നമ്മൾ കയറ്റിയ സാധനങ്ങൾ അടച്ചു ഓഫ് റോഡ് ടയർ നമുക്ക് എക്സോസ്റ്റ് ഷോട്ട് കയറ്റാം എന്നിട്ട് സെറ്റ് കൊടുക്കാം നമ്മൾ ട്രിപ്പിൾ ടർബോ കയറ്റിയാണ് 2 ലക്ഷത്തിൻ്റെ 2ൻ്റെ 1 ലക്ഷത്തിൻ്റെ കയറ്റും അല്ല 2ൻ്റെ കയറ്റും അല്ല നമ്മൾ എത്രയും നമ്മൾ ഓക്കെ ഇത് 2 മറ്റേര് 2 75 കൂടും ഇൻ്റർകൂളർ സെറ്റ് ചെയ്യാം ഫാസ്റ്റ് ഗിയർ ബോക്സ് പൈസ ഉണ്ട് കാര്യം അതുകൊണ്ട് എലക്കിയിട്ട് എക്യൂട്ട് മേടിക്ക് ആ സെറ്റ് ഇങ്ങനെ കൊടുത്തിട്ടേ സെറ്റ് കൊടുത്തിട്ട് തൃപ്തിയാവുന്നില്ല എനിക്ക് ഇങ്ങനെ തെങ്ങി പിടിച്ചിട്ട് വന്നിട്ട് ഉള്ള കൂടുതൽ ഇപ്പം തൃപ്തിയായി അത് കയറ്റിയാലോ വേണ്ട എന്നാലും HB കൊടുത്തല്ല സെറ്റ് ചെയ്യാം സ്പോർട്സ് ഡ്രൈവ് കയ്യിൽ പൈസ ഇല്ല അവിടെ കയറ്റാം സ്പോർട്സ് ടയർ കയറ്റാം സ്പോർട്സ് ടയർ ട്രിപ്പിൾ ടർബോ ഇത് 2 കയറ്റിക്കഴിഞ്ഞാൽ നമ്മൾ HB എന്തായാലും അടപടാലോ കുറയും 109 നമ്മൾ വെറുതെ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ HB കളയണ്ടല്ലോ ഈ മാർബിൾ കയറ്റിയില്ലേ അത് പറയണ്ടേ കയറ്റൂല്ലോ നമ്മളെ വായിച്ചിടാത്ത 2 സാധനങ്ങൾ മാത്രം എഞ്ചിനിൽ എല്ലാം വായിച്ചിട്ട് അവിടെ തൊട്ടൊട്ടൊട്ടൊട്ടൊട്ടൊട്ടൊട്ട് അടവെല്ലാം പൊട്ടും ഇതിൽ കയറ്റിക്കഴിഞ്ഞാൽ 60 V60 കയറ്റിക്കഴിഞ്ഞാൽ 60 കയറ്റിക്കഴിഞ്ഞാൽ നഷ്ടേ ഉണ്ടാവും 63 പോവും HP അപ്പോൾ 1500 ആവും കറക്റ്റ് 1500 ഏനുണ്ടാവും പക്ഷേ അതിന് 490 ശരിക്കുള്ള പൈസക്കുള്ള കളിയൊന്നും നമ്മളില്ല അവിടെ F4 F5 ഒക്കെ പോയായിരുന്നു നമ്മൾ എക്സാമിന് ഒരു ചെക്കല്ല ഒരാളെന്ന് പറയാൻ പറ്റുള്ളൂ അത്തരം പറയാം ഒരാൾ അതിൻ്റെ പേര് സ്വിഫ്റ്റ് എന്നാണ് ഈ ഫോർച്യൂണർ തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഐസോ കൊണ്ടുപോയി പിന്നെ തന്നിട്ടില്ല ഈ ഫോർച്യൂണർ എനിക്ക് കിട്ടിയത് ഒരു ഗീവ് അവേയിൽ കൂടെ ഞാൻ ആദ്യം ജോയിനായിട്ട് എനിക്ക് കിട്ടിയത് ഫോർച്യൂണറിൽ കിട്ടാന്ന് പറഞ്ഞാൽ ഭാഗ്യടേ ഈ ഗെയിമിലിപ്പോൾ കിട്ടാത്ത സാധനം ഫോർച്യൂണറാണ് എത്ര വില കൊടുത്താലും ആരും കിട്ടൂല നമുക്ക് ഈ
നമ്മളത് വണ്ടി വരുന്നത് കഴുകട്ടെ. എന്തായാലും ചെറിയ ചെറിയ പൊടികൾ കാണുന്നുണ്ട്. വണ്ടി വരുന്നത് കഴുകുക. വണ്ടി വിറ്റ് നമുക്കത് കഴുകുക. നിങ്ങൾക്ക് ഈ ഗെയിമിൽ എത്ര കാറുണ്ട് എന്ന് പറയാം. എൻ്റെ കയ്യിൽ എത്ര 119 128 119 തോന്നുന്നു. ഞാനക്ക് വേണ്ടാത്ത വണ്ടികൾ വേണ്ടാത്തല്ല, ഞാൻ ഇങ്ങനെ ഓടിക്കാണ്ട് കുറേ വണ്ടി മേടിച്ചിട്ടിട്ടുണ്ട്. കൊടുത്താലും മേടിക്കും. എന്തൊക്കെ ചെയ്താൽ അത് എന്നുവെച്ചാൽ എൽസി തരും. ഈ ഗെയിമിലത്തെ എല്ലാ വണ്ടി തരാമെന്ന് പറഞ്ഞാൽ മതി. ഈ ഫോർച്യൂണർ ഞാൻ കൊടുക്കില്ല. ഒരു കിക്ക് റാങ്കുള്ള എല്ലാ വണ്ടിയും അൺലോക്കായ ഫോർച്യൂണർ മാത്രം അൺലോക്ക് അല്ലാത്ത കാറ് തരാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കൊടുക്കില്ല. അത്രയും എനിക്ക് ഇഷ്ടമുള്ള വണ്ടിയാണത്. അപ്പോൾ വണ്ടീൻ്റെ മുഖം ജസ്റ്റ് ചളിയിട്ടുണ്ട്. നമുക്ക് പോയിട്ട് അതും കൂടെ കഴിക്കും. സ്റ്റൈലറ്റ് ചിരിയുള്ള മറ്റേ നമ്മുടെ ഫോർച്യൂണറിൻ്റെ മുഖം ഇപ്പോൾ എന്തൊക്കെയോ ഉണ്ട്. ഓക്കെ, നേരെ ഇൻ്റർഫേസ് പോട്ടെ. ഇവിടെ ഹബ്ബ് കൊടുക്കട്ടെ. സ്കെയിൽ ഇച്ചിരി കൂട്ടട്ടെ. നമുക്ക് വളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കിനി ഒരു മിനിറ്റ് ഗൈസ്, നമ്മൾ ഈ വണ്ടി ഇതാക്കിയിട്ട് നേരെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ഒക്കെ എഴുതാനുണ്ട്. ഈ വീഡിയോ മാത്രമല്ലേ എഴുതാനുണ്ട്. കുറേയല്ല, ഒരു ആൻസറും ഒരു ക്വസ്റ്റ്യനും ഒരു ആൻസറും. വളരെ സ്ഥലത്ത് കുറച്ച് ലീവ് ചെയ്യുന്നു. നമുക്ക് ടയർ കൂടെ സർവീസ് ചെയ്താലോ എന്ന് പറയുന്നു. മൊത്തം നമ്മളിപ്പോൾ 95,000 ആയിട്ടുണ്ട്. 5,000 ടപ്പോ അല്ല, അതിന് കൂടുതലായി. അവളെ മറ്റേത് ഇതെല്ലാം മേടിച്ചിട്ട് ഇതെല്ലാം മേടിച്ചില്ലേ, അതിലും കൂടുതലായി. നമുക്കിനി ഇതിനൊരു എൻഡ് വേണ്ടേ? അതുകൊണ്ട് നമുക്കൊരു സ്ഥലം വരെ പോകും. ഇപ്പം എത്തും ആ സ്ഥലം. എന്താ ഈ സ്റ്റെപ്പ് കയറാൻ പറ്റുമോ നോക്കട്ടെ. സ്റ്റെപ്പ് കയറാൻ പറ്റിയില്ല. അപ്പാട് വീഡിയോ വൈൻഡപ്പ് ചെയ്യും. സ്റ്റെപ്പ് കയറി വേളിലെത്തിയാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യും. രണ്ടിലേതെങ്കിലും ആവാൻ ചെയ്യാം. സിമ്പിളായിട്ട് കയറി പോത്തിട്ടല്ലോ. അത് നമുക്ക് നമ്മളെ വീട് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ ഈ സ്ഥലത്ത് വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇത്രയുള്ള. ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യും. കൂടാതെ ബെൽ ബട്ടൺ അമർത്തണം. ടാറ്റാ.